പാലോട് ഭാര്യയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച ശേഷം കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. തെന്നൂർ സൂര്യകാന്തി 4 സെന്റ് കോളനി പടിഞ്ഞാറ്റിൻകര വീട്ടിൽ രാധാകൃഷ്ണനെയാണ് പാലോട് പോലീസ് പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുലേഖ ശശികുമാർ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സുലേഖ, എന്താണ് സംഭവിച്ചത്? ഇയാൾ ഇത്തരത്തിൽ പെരുമാറാനുള്ള കാരണം എന്താണ്? പോലീസ് എന്താണ് വ്യക്തമാക്കുന്നത്? ഭാര്യയോടുള്ള സംശയവും അതുപോലെ തന്നെ ഈ ആക്സിഡന്റ് ക്ലെയിം ലഭിക്കുന്നതിന് ഈ ഭാര്യയുടെ ഒപ്പ് വേണ്ടിയിരുന്നു. പക്ഷേ അത് നൽകിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇതിലുണ്ടായ വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് ഈ പ്രതിയെ നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തെന്നൂർ സൂര്യകാന്തി 4 സെന്റ് കോളനി പടിഞ്ഞാറ്റിൻകര വീട്ടിലെ രാധാകൃഷ്ണനെയാണ് പാലോട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഭാര്യയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുകയും ഒപ്പം കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഈ രാധാകൃഷ്ണൻ. ഈ ഭാര്യയോടുള്ള വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഭാര്യയും രാധാകൃഷ്ണനും ഭാര്യയും കുറച്ചുനാൾ പിണക്കത്തിലായിരുന്നു. ഇതിനിടയിൽ സൂര്യകാന്തിയിലുള്ള വീടിനോട് അടുത്ത കടയിൽ സാധനം വാങ്ങാൻ പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു അക്രമം രാധാകൃഷ്ണൻ നടത്തിയത്. നേരത്തെ തന്നെ ഈ അക്രമത്തിനായി നേരത്തെ തന്നെ ആസിഡും മറ്റുമായി രാധാകൃഷ്ണൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നു എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ അക്രമത്തിൽ പരിക്കേറ്റ സ്ത്രീ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഖത്ത് ആസിഡ് ഒഴിച്ച ശേഷം മുതുകത്ത് കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു രാധാകൃഷ്ണൻ. ഈ സംഭവം നടന്ന രാധാകൃഷ്ണൻ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പിടികൂടുകയും തുടർന്ന് പ്രതിയായ രാധാകൃഷ്ണനെ പോലീസിന് കൈമാറുകയായിരുന്നു. നിലവിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ ഉഷ നിലവിൽ ഹോം നഴ്സാണ്. നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉഷ. ശരി, പാലോട് ഭാര്യയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച ശേഷം കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. തെന്നൂർ സൂര്യകാന്തി 4 സെന്റ് കോളനി പടിഞ്ഞാറ്റിൻകര വീട്ടിൽ രാധാകൃഷ്ണനെയാണ് പാലോട് പോലീസ് പിടികൂടിയത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും സുലേഖ ശശികുമാർ നൽകിയത്.